ഇപ്പോഴിതാ മറ്റൊരു വാർത്തയുള്ളത്. പോലീസിന് നേരെ ഭീഷണിയുമായി അർജുൻ ആയങ്കി. കോതമംഗലം CIയെ വെറുതെ വിടില്ല, കായികപരമായി നേരിടും, സമാധാനത്തോടെ പെൻഷൻ വാങ്ങി ജീവിക്കാൻ അനുവദിക്കില്ല എന്നുമാണ് ഫേസ്ബുക്ക് പോസ്റ്റിലെ ഭീഷണി. നവമിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത്. അതിനു മുമ്പ് ഞാൻ അരുണിന് മറ്റെന്തോ ചേർക്കാനുണ്ട് എന്നതാണ് എനിക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അരുൺ, എന്താണത്? അഭിലാഷ്, അതുപോലെ വാർത്ത വരുമ്പോൾ പോലീസ് ഉണരുന്നു, പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വീട്ടുകാരെ ഇപ്പോൾ വിളിച്ചറിയിച്ചു. പോലീസ് ഒരുപക്ഷെ താഴെ എത്തിക്കാണണം, അല്പസമയത്തിൽ ഇവിടേക്ക് വരും പോലീസ്. ഈ തകരപ്പറമ്പ് കുട്ടൻ എന്നത് നിരവധി കേസുകളിൽ പ്രതിയായ ഒരു കൊടും ക്രിമിനലാണ്. സ്വാഭാവികമായും പോലീസിൻ്റെ ഡേറ്റാബേസിലൊക്കെ ഉള്ള ഒരു പേരുകാരൻ കൂടിയാണ് ഈ തകരപ്പറമ്പ് കുട്ടൻ. അയാളാണ് ഇത്ര ക്രൂരമായ ഒരു അച്ഛനെയും മകനെയും മർദ്ദിച്ചിട്ട് ഇപ്പോഴും ഒളിവിലാണോ ഇദ്ദേഹം രാജേഷ് പറഞ്ഞ അനുസരിച്ചാണ് അയാൾ ഒളിവിൽ പോകാനുള്ള സാധ്യതയൊന്നുമില്ല. വളരെ കൂളായി നടന്നു പോവുക, അല്ലെങ്കിൽ വീണ്ടും ബഹളമുണ്ടാക്കി ആളുകളെ ഭീതിപ്പെടുത്തി കടന്നു പോവുകയായിരുന്നു കുട്ടൻ. ഇതിന് ശേഷവും അയാളെ ഇതുവരെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇനിയും പരാതി ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിലായിരുന്നു ഈ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് വരെ വഞ്ചൂർ പോലീസ് എന്നുള്ളത്. ഇപ്പോൾ ഏതായാലും ഈ വാർത്ത ന്യൂസ് 8 റിപ്പോർട്ട് ചെയ്തെന്ന് അവർ ഇവിടേക്ക് എത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ. ഒരുപക്ഷെ അല്പസമയത്തിനകം പോലീസ് ഇവിടേക്ക് എത്തിയേക്കും. കുടുംബാംഗങ്ങളുടെ ഈ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ മൊഴിയെടുക്കാൻ സാധ്യതയുണ്ട്. ഈ കുടുംബത്തോട് ഇപ്പം പോലീസ് ഇവിടേക്ക് എത്തുന്നുവെന്ന് അറിയിച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. എങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ തന്നെ അവരുടെ മൊഴിയെടുക്കും. പ്രതിയെ പിടിക്കാനുള്ള നടപടികളിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ എന്നൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ പോലീസ് ഇവിടെ എത്തിയിട്ടില്ല. അല്പസമയത്തിനകം എത്തുമെന്നായിരിക്കാം ഒരുപക്ഷെ ഇവരെ അറിയിച്ചത്. യെസ്, എന്തായാലും പരാതിയുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതെന്തുകൊണ്ട് എന്നതാണ് ഇതിലിപ്പോൾ അരുൺ ഈ സൂചിപ്പിക്കുന്ന പോലെ ഒരു പക്ഷേ വാർത്ത വന്നതിന് ശേഷം ഇനിയിപ്പോൾ പോലീസിൻ്റെ ഇടപെടൽ ഉണ്ടാകാം. അതല്ലല്ലോ യഥാർത്ഥത്തിൽ പോലീസിൻ്റെ ചുമതല എന്നത്. ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നു, ഒരു കുട്ടിയെ മർദ്ദിച്ചു എന്ന് അറിയുമ്പോൾ അത് ആരുമായിക്കൊള്ളട്ടെ, എന്തിൻ്റെ പേരിലും ആയിക്കൊള്ളട്ടെ, അവിടെ പോലീസ് എത്തുകയും അതിൻ്റെ നിജസ്ഥിതി എന്തെന്ന് അടിയന്തരമായി മനസ്സിലാക്കുകയും ചെയ്യേണ്ട വലിയ ഉത്തരവാദിത്തമാണല്ലോ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് പോലീസ് ഒഴിഞ്ഞു മാറി അത് കൃത്യമായൊരു അനാസ്ഥ ഉണ്ടാകുന്നു എന്നത് തന്നെയല്ലേ വ്യക്തമാകുന്നത്? തീർച്ചയായിട്ടും പോലീസിൻ്റെ ഭാഗത്ത് വലിയ അനാസ്ഥയുണ്ടെന്ന് ഉറപ്പാണ്. കാരണം ഇന്നലെ രാത്രി നടന്ന സംഭവമാണ്. ആ പ്രതികളുടെ തൊട്ട് പിന്നാലെ വരെ പോലീസ് ആ സമയത്ത് ഈ കൺട്രോൾ റൂം വെഹിക്കിളായിരിക്കും ഒരുപക്ഷെ അവിടെ എത്തിയതാണ്. പ്രതി ആരെന്ന് തിരിച്ചറിഞ്ഞതാണ്. അപ്പോൾ തന്നെ ഈ കുട്ടൻ എന്ന കൊടും ക്രിമിനലാണ് ഇത് ചെയ്തത്, ഈ ക്രൂരകൃത്യം ചെയ്തതെന്ന് പോലീസിന് മനസ്സിലായതാണ്. എന്നിട്ടും അയാളിലേക്ക് അന്വേഷണം പോയിട്ടില്ല എന്നാണ് ഇതുവരെ നമുക്കറിയാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ ഏതാണ്ട് അരമണിക്കൂർ മുമ്പും ഈ അമ്മയെ വിളിച്ച് പരാതി ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ സ്വാഭാവികമായും ഒന്നുകിൽ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമമായിരിക്കാം, അല്ലെങ്കിൽ അവർ അന്വേഷണം തുടങ്ങിയിട്ടില്ല എന്നതിൻ്റെ തെളിവ് കൂടിയായിരിക്കാം അത്. എന്തായാലും പ്രതിയിലേക്ക് ഇതുവരെ അന്വേഷണം പോയിട്ടില്ല. ഇനി ഒരുപക്ഷെ വാർത്തകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ പോലീസ് കുറച്ചുകൂടി ശക്തമായ നടപടികളിലേക്ക് കടന്നേക്കാം. അതായിരുന്നില്ല വേണ്ടിയിരുന്നത്, അതല്ല ജനങ്ങൾ പോലീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതുപോലുള്ള ക്രിമിനലുകൾക്കൊക്കെ രക്ഷപ്പെടാനുള്ള അവസരമൊരുക്കുന്ന രാത്രി തന്നെ അയാളെ പിടികൂടാൻ ശ്രമിച്ച ശേഷം പിന്നീട് പരാതി ഉണ്ടോയെന്ന് അന്വേഷിച്ചെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി പോലീസ് അവിടെ ഉണർന്ന് പ്രവർത്തിച്ച് നമുക്ക് പറയാൻ കഴിയുമായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാതെ ഇന്ന് രാവിലെ പരാതി ഉണ്ടോ എന്ന് ചോദിച്ചത് എന്ത് നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്താണ് ആ പോലീസ് ഉദ്യോഗസ്ഥർ ഉദ്ദേശിച്ച കാര്യം ഇനിയും വ്യക്തമല്ല. അത് ആരെ സംരക്ഷിക്കാനെന്ന കാര്യത്തിലും സംശയമുണ്ട്. അല്ലെങ്കിൽ ഈ അമ്മയ്ക്ക് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ ഒരു അവസ്ഥ പറയേണ്ടി വരുമായിരുന്നില്ല. അവരും ഒരു അധ്യാപിക കൂടിയാണ്. സ്വാഭാവികമായും അവർക്ക് ഇത്തരം സാഹചര്യങ്ങൾ ഫേസ് ചെയ്ത് വന്നൊരു കുടുംബവുമല്ല. അതുകൊണ്ട് കൂടിയായിരിക്കും അവർ ഇത്രയധികം ഒരു അത്യന്തം ഭീതിയോടുകൂടി കഴിയേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. യെസ്, എന്തായാലും പോലീസ് ഉടനെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഘട്ടത്തിൽ ഈ വാർത്തയിലേക്ക് തിരികെയും എത്താം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.